14 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ടെറസ് ഇട്ടൊരു സൂപ്പർ വീട് തുച്ഛമായ വിലയിലാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമേ പറയാലോ, വിൽപ്പന വളരെ അർജന്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. 14 സെന്റ് സ്ഥലമുണ്ട്, കിണറുണ്ട്, 2 ബെഡ്റൂമിലുള്ള ഒരു ടെറസ് ഇട്ട വീട്. ഇതിലിനി വർക്ക് പെൻഡിങ് ഉള്ളത് അടിഭാഗം ടൈല് മാത്രം ഒട്ടിക്കാനുള്ളൂ. വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. ഇതിൻ്റെ പ്രശ്നം, ഇതിൽ ബാങ്കിൽ ലോണ് ജാമായിട്ട് കിടക്കുകയാണ്. ലോൺ അങ്ങേയറ്റം കുറ്റിയൊപ്പം ജാമാണ്. പെട്ടെന്ന് ഇത് വിൽപ്പന അർജൻറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഇത് പാർട്ടി പറയുന്നത്. ഇതിലേക്കുള്ള വഴിയാണത്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡുണ്ട്. ഈ അടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്. ഈ റോട്ടിൽ നിന്ന് ഈ കാണുന്നത് തന്നെയാണ്, ഈ വൈറ്റ് പെയിന്റ് അടിച്ച ഇത് തന്നെയാണ് വീട്. വഴി സൗകര്യം, വെള്ള സൗകര്യം എല്ലാം ഉണ്ട്. 14 സെന്റ് സ്ഥലമാണ്. ഈ റോഡ് പോകുന്നത് നേരെ അപ്പുറത്ത് ഒരു അംഗൻവാടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള വഴിയാണത്. വണ്ടിയൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങും. 14 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും കൂടി ഒരു 3-4 സെന്റ് സ്ഥലം പിൻഭാഗത്തേക്ക് കുറച്ച് ചെരിവായിട്ടാണ് ഈ സ്ഥലത്തിന്റെ ഘടന കിടക്കുന്നത്. അതുപോലെ തന്നെ വീട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ അന്ന് ആ വീട് കയറ്റിയ സമയത്ത് ഒരു തൊട്ട് വൈറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഫാൻസി LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബീമിൻ്റെ അടിയിൽ ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലോർ ടൈലൊക്കെ ഒന്ന് ഒട്ടിച്ച് ഒരു കോട്ട് പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ വീടായി. പഴക്കമില്ലാത്ത വീട് തന്നെയാണ്. മുറ്റത്ത് തെങ്ങ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. 2 ബെഡ്റൂം, ഹാള്, സിറ്റ് ഔട്ട്, കിച്ചൺ, ഉള്ളിൽ തന്നെ ഒരു ബാത്റൂം, ഒരു സ്റ്റോർ റൂം. ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത്. ഏകദേശം 800-850 സ്ക്വയർ ഫീറ്റോളം വരും ഏരിയ, ഏകദേശം കണക്ക്. ഹാളാണ് നിങ്ങൾ ഈ കാണുന്നത്. മുകളിലൊക്കെ ഉണ്ടോ, ഇത്രയും മഴ പെയ്തിട്ട് എവിടെ ഒരു വാട്ടർ ലീക്കേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് കോണി കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾക്ക് 2 റൂം 3 റൂമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള അതിനുള്ള സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. 10x10 സൈസിൽ വരുന്ന 2 ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത്. ചുമറ്റിൽ അലമാരി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് റാക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. പ്ലംബിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതാട്ടോ. പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ ഉണ്ട്. ഇതാണ് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഇങ്ങനെ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമും ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത്. ഒരേപോലെ തന്നെ റാക്കുകളും സ്ലാബൊക്കെ കൊടുത്ത് മുകളിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാള് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഹാൾ തന്നെയാണ്. ജനൽപ്പൊളികളും വാതിൽപ്പൊളികളും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലോറിംഗ് വർക്ക് മാത്രമേ പെൻഡിങ് ഉള്ളൂ. നിലവിൽ ഇതാണ് അവസ്ഥ. പരിക്കൻ തേച്ചിക്കാണ്, ഗ്രൗട്ട് തേച്ചിക്കാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണാണ്. കിച്ചണിൻ്റെ റൂഫിങ് ഇവർ ഓട് മേഞ്ഞിക്കാണ്. പട്ടിക കഴുക്കലെല്ലാം വെച്ചിട്ട് ഓടാണ് മേഞ്ഞിട്ടുള്ളത്. കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമും ഉണ്ട്. നല്ല രീതിയിലുള്ള സ്റ്റോർ റൂമും വരുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഓടാന്നേ ഉള്ളൂ എന്ന് കരുതി മറ്റേ പടവും കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ള് പക്കയാണ്. കിച്ചൺ സ്ലാബ് ഉണ്ട്. അതുപോലെ തന്നെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സൈഡ് ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് വീടിൻ്റെ അടുക്കളയുടെ ഭാഗമാണ്. അത്യാവശ്യം ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗമൊക്കെ നല്ല രീതിയിൽ മുറ്റുണ്ട്. ഇതിൻ്റെ പിന്നിലേക്ക് അങ്ങോട്ട് റബ്ബറാണ് വരുന്നത്. കുറച്ച് ഭാഗം ഏകദേശം ഒരു 3 സെൻറ്റോളം അടിഭാഗത്തേക്ക് സ്ലോപ്പാണ് വരുന്നത്. പിൻഭാഗത്തൊക്കെ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ ഒരു തറ ഇട്ട് വെച്ചിട്ടുണ്ടോ. ഇനി നമുക്ക് അവിടെ ഷെഡൊക്കെ കെട്ടണമെങ്കിൽ, വർഗ ഷെഡ് ഇതിനൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിൽ അതിന് തറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നീല കാണുന്നത് ഒരു അംഗൻവാടി കെട്ടിടാണത്. 14 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ടെറസ് ഇട്ട വീട് 14 സെന്റ് സ്ഥലം കിട്ടോ. തുച്ഛമായ വിലയിലാണ്. പെട്ടെന്ന് വിൽപ്പന അർജന്റായിട്ടുള്ളൊരു കേസാണ്. ബാങ്ക് ലോണ് മാക്സിമം ജാമായി നിൽക്കുന്നൊരു സമയമാണ്. വിൽപ്പന അർജന്റാണ്. ക്ലയൻറ്റിന് സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. 18 ലക്ഷം 17 ലക്ഷമൊക്കെ ഇവരാദ്യം ഈ വീടിന് ചോദിച്ചിരുന്നു. അപ്പോൾ ചെറിയ വ്യത്യാസത്തിലൊക്കെയാണ് അന്ന് കച്ചവടം ഒഴിഞ്ഞു പോയത്. ഇപ്പം അർജന്റ് സെയില് എന്നുള്ള രീതിയിൽ 13.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഈ വീട് നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വെറും 13.5 ലക്ഷം രൂപ. 14 സെന്റ് സ്ഥലമുണ്ട്. അതിൽ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട്. ഒരു ടെറസ് ഇട്ട വീടുണ്ട്. വീട് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. അടിഭാഗം ഫ്ലോറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ടൈലൊട്ടിച്ച് കഴിഞ്ഞാൽ 100% ഓക്കെ.
ഒരു സാധാരണ ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള വലിയൊരു പഴക്കമൊന്നുമില്ലാത്ത നല്ലൊരു സൂപ്പർ വീട് 13.5 ലക്ഷം രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി. അത് നെഗോഷ്യബിൾ അല്ല, വിലയിൽ വ്യത്യാസം വരില്ല. നെറ്റ് 13.5 ലക്ഷം കിട്ടണം എന്ന് പറയുന്നുണ്ട് പാർട്ടി. മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എലംബ്ര, പാണ്ടിക്കാട് റോട്ടിൽ ഏകദേശം 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. എലംബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ചുറ്റും നിരവധി അയൽവാസികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു അംഗൻവാടിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ തന്നെയാണ്. പള്ളി അടുത്തുണ്ട്, മദ്രസ അടുത്തുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രം, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതിൻ്റെ ഒരു 100-150 മീറ്റർ അപ്പുറത്ത് കൂടെ ആയിട്ട് മിനി ബസ് സർവീസൊക്കെ ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു വീട്, നല്ലൊരു പ്രൈസാണ് 13 ലക്ഷം രൂപ. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്, നല്ലൊരു വീട് തന്നെയാണ്. വേറൊരു കുഴപ്പമില്ല. പാർട്ടി സാമ്പത്തികമായിട്ട് കുറച്ചൊരു പിന്നോക്കം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഈ വീട് വിൽപ്പന അർജൻറ്റാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളുടെ ചാനലിലൂടെ നമ്മൾക്ക് പരസ്യം ചെയ്യാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.